dance with me. Back and forth, move my body back and forth, move my body back and forth, move my body back and forth, back and forth, move my body back. ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ കുട്ടികൾക്ക് വിന്റർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി എല്ലാവരും ആയിട്ട് ദുബായ് സഫാരി പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് വരുന്ന ടൈമിൽ നമ്മൾ രാവിലെ തന്നെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് നടക്കാനുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി കണ്ടു തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പോകണം. നമ്മളും നേരത്തെ ഇവിടെ വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് 9 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സ്കൂളിലും കൂടെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇവിടെ എത്തുന്ന സമയത്ത് 12 മണിയായി. നമ്മൾ ബാക്കി ഫാമിലി എല്ലാം ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകലാണ്. അപ്പൊ ഞങ്ങളിവിടെ പുറത്ത് നിന്നിട്ട് ഷിബിക്കാക്ക ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ 3 ടൈപ്പിൽ എന്തോ ടിക്കറ്റ് വരുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായത് 75 ദിറംസിന്റെ ടിക്കറ്റ് ആയിരുന്നു. പിന്നെ 50 ദിറംസിന്റെ ടിക്കറ്റും ഉണ്ട് കേട്ടോ. പിന്നെ 125ന്റെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലൊരു ടാഗ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഇന്നു കെട്ടിത്തരലാന്ന്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അവൾ തന്നെ കെട്ടിത്തന്നു. അപ്പൊ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സ്കാനിങ് ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഫാമിലി എല്ലാം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു 4-5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ വില്ലേജ്, എക്സ്പ്ലോറർ വില്ലേജ്, ഏഷ്യൻ വില്ലേജ്, അറേബ്യൻ ഡെസേർട്ട് സഫാരി, പിന്നെ അൽവാദി. അപ്പൊ ഇവിടുന്ന് നമുക്ക് ട്രെയിൻ ഉണ്ടാവും കേട്ടോ, ഓരോ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിപ്പോൾ ആഫ്രിക്കൻ വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ പോയിന്ന്. അങ്ങനെ നമ്മൾ ആഫ്രിക്കൻ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ കുറേ ഫാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇതിന്ന് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഫാൻ വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് എന്താ പറയുക, കുറച്ച് ക്ഷീണമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫാന് കൊള്ളുന്ന സമയത്ത് നല്ല സുഖമായിരിക്കും. അപ്പോൾ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ ഇവരിതിങ്ങനെ വെച്ചത് കൊണ്ട് നല്ല ഉപകാരമായിരിക്കും. പിന്നെ ചൂട് ടൈമിന് ഇത് ഓപ്പൺ ആക്കൂല എന്നും പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നടന്നാലും അങ്ങനെ വിയർപ്പോ ചൂടോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നടന്ന് നമുക്ക് കാലെന്തായാലും വേദനിക്കുമല്ലോ, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല ജലദോഷവും മൂക്കടപ്പും തൊണ്ടവേദനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരാൾ സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ ഈ ഒരു പുല്ലിൽ. അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് പിന്നെ ഇനി നെക്സ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് പോകലാണ്. പിന്നെ ബേർഡ്സിൻ്റെയും അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഒക്കെ ഷോ ഉണ്ടാവും ഓരോ വില്ലേജിലായിട്ട്. അപ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ബേർഡ്സ് ഷോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ടൈം ഇങ്ങനെ നോക്കലാണ്. അപ്പോൾ നമ്മൾ ബേർഡ്സിൻ്റെ ഷോ കാണാൻ വേണ്ടിയിട്ട് അടുത്ത വില്ലേജിലേക്ക് ഇങ്ങനെ പോകലാണ്. ഇവിടുന്ന് വണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ പോകലാണ്.
അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്തൊക്കെ ഫുഡൊക്കെ എടുത്തു കൊണ്ടിരുന്നത് നല്ലതായിരിക്കും ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും കുറേ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ചായിട്ട്. അപ്പം നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ഇരുന്നിട്ടാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ബേർഡ് ഷോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇവിടെ ഗാലറി പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു കാക്കയാണ് അയാൾ വിളിച്ചിട്ടുണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വേസ്റ്റ് എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാക്ക അതുപോലെ തന്നെ ചെയ്തു. പിന്നെ അതിനുശേഷം കുറെ മെക്കോ അതുപോലെ കുറെ ബേർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബേർഡ്സ് ഷോ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറെ ബേർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. They make good. Let's talk about on top of their head. You can notice that it's looking like second beak or banana or something. Yeah, it's called cast. We believe it works as a vibrating chamber to make their voices sound louder. But unfortunately, this is the thing causing problem for these beautiful creatures in the wild, because many people are actually hunting them to obtain the glass for making an ornament out of it. There are so many rescue centers and applications. We will get to see many more monkeys flying across the skies of Malaysia. So once again, the leopard or black-headed parrots in America, just like our other parrots. But you know what? അങ്ങനെ ബേർഡ് ഷോ കഴിഞ്ഞു കേട്ടോ. ഇതിൽ നമുക്ക് കുറേ ബേർഡ്സിൻ്റെതൊന്നും അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇങ്ങനെ ഫ്ലൈ ആക്കി പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കത് അങ്ങനെ ആസ്വദിച്ച് കാണാനും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഈ ഒരു ബേർഡ് കണ്ടോ. അപ്പോൾ ബേർഡ് ഷോ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ബൈ ബൈ പറയുമ്പോൾ അതിന്റെ വിങ്സോട് അതും നമ്മളോട് ബൈ ബൈ ആക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഏഷ്യൻ വില്ലേജിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആനിമൽ ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വന്നിട്ടുള്ളതാണ്.
അങ്ങനെ നമ്മൾ ആ ഒരു ഷോ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പീക്കോക്ക് കാണാൻ فرح هنضل تدور
പിന്നെ അറേബ്യൻ ഡെസേർട്ട് സഫാരി ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അവിടെയും കുറേ ആനിമൽസിനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ എക്സ്ട്രാ ഫീ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. मनास भाई ये कोई यार प्रश्न हमारे लिए मसला है भाई